ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കോട്ട് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കള്ളൻ കുറുപ്പ് പിടിക്കപ്പെടാൻ പോണ നിമിഷങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ആഴ്ചയിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ ലക്ഷ്മി എല്ലാവരുടെയും യാത്ര പറഞ്ഞ് അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പൂർണിമ പറയുന്നുണ്ട് സേതുവിനോട്, സേതു ഇനിയിപ്പോ വാശിയും വൈരാഗ്യമൊന്നും വേണ്ട, അമ്മയടുത്ത് സംസാരിക്കുന്നു പറയുമ്പോൾ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയാണ്. എല്ലാവരുടെയും യാത്ര പറഞ്ഞു പോണ സമയത്ത് ലക്ഷ്മി സേതുവിന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. പല്ലവി സേതുവിനോട് പറയുന്നുണ്ട്, സേതുവേട്ട ദേ അമ്മ. ആര്? പൂർണിമാമയാണോ? അല്ല ലക്ഷ്മി അമ്മ. എനിക്ക് കാണണ്ട, പോവാൻ പറ. എനിക്ക് അവരോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല പല്ലവി, നിനക്കത് അറിയാവുന്ന കാര്യമല്ലേ. നോക്ക്, അവരെ കുറിച്ച് ഒന്നും നീ എന്നോട് പറയണ്ട. എനിക്കിഷ്ടല്ല, ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യണത് നല്ലതല്ല എന്ന് അറിയില്ല പല്ലവിക്ക് എന്ന് ചോദിക്കുകയാണ്. പല്ലവി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അമ്മേ എന്ന് പറയുമ്പോൾ സാരില്ല മോളെ, അവൻ എന്തെങ്കിലും എന്നെ മനസ്സിലാക്കും, അപ്പോ എൻ്റെ അടുത്ത് വരുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അവിടെ നിന്ന് പടിയിറങ്ങാണ്. ആ സമയത്ത് പൂർണിമ ലക്ഷ്മിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ലക്ഷ്മിനെ കെട്ടിപ്പിടിച്ച് പൂർണിമ ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കണ്ടേ, അല്ല ലക്ഷ്മി ഇവിടെ ഇപ്പോൾ എവിടേക്കാ നേരെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എവിടേക്ക് പോകാനാണ്, ഒരു ഹോട്ടൽ റൂമിൽ എടുക്കാൻ വേണ്ടി മൂർത്തിയെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഹോട്ടൽ റൂം എടുക്കും, അവിടേക്ക് മാറും. അല്ല വേണു സാറ് ഇതുവരെ വിളിച്ചില്ലേ? ഞാൻ അദ്ദേഹത്തെ പൊറക്കാൻ പറ്റാത്ത തെറ്റാണല്ലോ ചെയ്തത്, അതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലായിരിക്കും. എന്നെ വിളിച്ചൊന്നുമില്ല പൂർണിമ, അതുകൊണ്ട് ഞാൻ എന്തായാലും ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. അപ്പോ പൂർണിമ പറയുന്നുണ്ട്, എന്തായാലും അദ്ദേഹം വിളിക്കാതിരിക്കില്ല, അദ്ദേഹം നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. അതെ, അതെനിക്കറിയാം, അതുകൊണ്ടിട്ടാണല്ലോ ഇത്രയും വർഷം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നിന്നത്. കള്ളോ ചതിയോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്ത ഈ പ്രവൃത്തി ഒരിക്കലും അദ്ദേഹത്തിന് മറക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞ പൂർണിമ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, അദ്ദേഹത്തിനായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു. അമ്മയടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് എൻ്റെ. പക്ഷെ അദ്ദേഹത്തിന്റെ അമ്മ എന്നോട് പറഞ്ഞത്, അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, വിവാഹത്തിന് സമ്മതമാണ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. വിവാഹം കഴിഞ്ഞ് അദ്ദേഹത്തിനോട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് പൂർണിമ ഞാൻ സത്യം മനസ്സിലാക്കിയത്, അദ്ദേഹം ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ലെന്ന്. പിന്നെ ഞാൻ എങ്ങനെ അദ്ദേഹത്തോട് പഴയ കാര്യങ്ങളൊക്കെ പറയും? ഇനി ഇത്രമാത്രം സ്നേഹിക്കുന്നൊരു ഭർത്താവ്, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നൊരു മോള്, അതൊന്നും വിട്ടിട്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അതെന്റെ തെറ്റാണ്. പകരം അത് വലിയൊരു തെറ്റാണോ? പൂർണ്ണിമ പറയണ്ട, അതൊരിക്കലും ഒരു തെറ്റല്ല. അല്ല ഇതൊക്കെ വേണു സാറിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൂടെയായിരുന്നോ? അദ്ദേഹത്തിന് ഇനി ഞാനായിട്ട് ഒന്നും പറയുന്നില്ല, അദ്ദേഹം മനസ്സിലാക്കുമ്പോൾ എന്നെ അന്വേഷിച്ച് വരുമായിരിക്കും, അതിനുവേണ്ടി ഞാൻ കാത്തിരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി നേരെ ഫ്ലാറ്റിലേക്ക് പോവാട്ടോ. അതേസമയം നമ്മുടെ പുതിയൊരു CID ഓഫീസർ ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ മേനോൻ സാറിന്റെ കൊലപാതകത്തിന്റെ കേസ് അന്വേഷിക്കാനായിട്ട്. അത് അവിടെ ഇവിടെ എത്താതെ കിടക്കുവാണല്ലോ. സേതുവും പല്ലവിയും തന്നെയാണ് കേസ് വീണ്ടും അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് കമ്മീഷണറിന്റെ മുൻപാകെ കൊടുത്തു കേട്ടോ. കമ്മീഷണർ അവിടുത്തെ SIനോടും അവിടെ സ്ഥലത്ത് SIനോടും കോൺസ്റ്റബിൾത്തും എല്ലാവരും ഭയങ്കര ഫയറിംഗ് ആണ്, ചോദിക്കുന്നുണ്ട് ഈ മേനോൻ സാർ മരിച്ചതിന്റെ കേസ് എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ, സാർ അതിന്റെ പുറകെ പോകാൻ പറ്റിയില്ല സാർ, അതിനിടയ്ക്ക് വേറെ കുറെ കേസ് വന്നു, അതിപ്പോ അത്ര വലിയ കേസൊന്നും അല്ലെന്നല്ലോ. ആര് പറഞ്ഞു അതത്ര വലിയ കേസല്ലെന്ന്? ദേ ഇങ്ങനെ ഓരോരോ കേസ് വിടുന്നോണ്ടാണ് നമ്മുടെ നാട്ടിലെ കൊലപാതകവും പല സംഭവങ്ങളും കൂടി വരുന്നത്. നോക്ക്, എന്തായാലും നിങ്ങൾ ഇനി ആ കേസ് അന്വേഷിക്കണ്ട, ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി നല്ലൊരു ഉദ്യോഗസ്ഥൻ ഇന്ന് ഇവിടേക്ക് വരും എന്ന് പറയാണ്. അതാരാണെന്ന് നോക്കിയിരിക്കണം എല്ലാവരും കൂടി. നോക്കുമ്പോ നമ്മുടെ പുതിയൊരു CID ആയിട്ട് വരുന്നത്, അതായത് പുതിയൊരു ആളാണ്, പുതിയൊരു പുതുമുഖമാണ്. അപ്പൊ ആ പുള്ളി വരുന്നുണ്ട്. എന്നിട്ട് സർ എന്ന് പറയുമ്പോൾ, വന്നല്ലോ, വാടോ എന്ന് പറയാണ്. തന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സർ. എനിക്ക് ആദ്യം തന്നെ ഈ മാധവനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് വേണം. ഇത്രയും നാള് ആ കേസിന്റെ ഫയലും കാര്യങ്ങളൊക്കെ തരികയാണെങ്കിൽ എനിക്ക് കുറച്ച് എളുപ്പമായിരുന്നു തീർച്ചയായിട്ടും എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ എടുത്തിട്ട് നമ്മുടെ CIയുടെ കയ്യിലേക്ക് കൊടുക്കാണ്ട് കമ്മീഷണർ. എന്നിട്ട് പറയേണ്ടത് ഇതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സർ, അപ്പോ ഞാൻ നോക്കിക്കോളാം, എത്രയും പെട്ടെന്ന് ഞാൻ ഈ കേസ് തെളിയിക്കാം സർ. കൺഗ്രാചുലേഷൻ, നിങ്ങളെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് തെളിയിക്കാൻ പറ്റട്ടെ എന്ന് പറയാണ്. ഓക്കെ സർ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ CID ആയിട്ടുള്ള പുള്ളി അവിടെ നിന്ന് പോകാട്ടോ. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് CID ആണ് എന്നൊക്കെ പറഞ്ഞ് കയറി ചെന്ന് കഴിഞ്ഞാൽ കേസ് തെളിയിക്കാൻ പറ്റില്ല. അതിനെന്താണ് ഒരു വഴി? ഒരു സാധാരണക്കാരനെ പോലെ അവരുടെ ഇടയിലേക്ക് എങ്ങനെയെങ്കിലും കയറി പറ്റണം, അവിടെ ആരെങ്കിലൊക്കെ ആയിട്ട് സൗഹൃദത്തിലാവണം, ശേഷം കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. എന്തായാലും അവരുടെ കുടുംബത്തിൽ ആരോ തന്നെയാണ് ഇതിന് ഉത്തരവാദി. പക്ഷെ മാന്യനായിട്ട് വേഷം ധരിച്ചിരിക്കുന്ന ആരോ ഒരാൾ അങ്ങനെയൊക്കെ വിചാരിക്കാട്ടോ. അവരുടെ ഇടയിലേക്ക് കുത്തിക്കേറി പോകുന്നുണ്ട് നമ്മുടെ CID. ശേഷം എല്ലാവരും സംശയത്തോടെ തന്നെയാട്ടോ നോക്കുന്നത്. അവരുടെ ഇടയിലേക്ക് പോകുമ്പോഴേക്കും ഒരു സാധാരണ ഒരു മനുഷ്യനെ പോലെയാണ് പോണത്. സൗഹൃദമൊക്കെ സ്ഥാപിച്ചിട്ടാണ് അതിന്റെ ഇടയിലേക്ക് കയറി പോണത്.
അപ്പൊ ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു കാര്യം മനസ്സിലായി, അതിന്റെ പിന്നിൽ എന്തായാലും പൂർണിമയും പൂർണിമയുടെ മക്കളുമല്ല, സേതുവല്ല. പിന്നെ അത് അടുത്തത് ആരാണെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോ തീർച്ചയായിട്ടും ഇനിയിപ്പോ കുറുപ്പ് അയാൾ നല്ലൊരു മനുഷ്യനാണല്ലോ, അദ്ദേഹത്തിന് മേനോൻ സാറിനെ ചതിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഒന്നും നേടാനില്ല. എന്നാലും കുറുപ്പിനോട് ഒരു അന്വേഷണം പോണോലോ, കാരണം മേനോൻ സാറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണല്ലോ ഈ കുറുപ്പ്. അങ്ങനെ കുറുപ്പായിട്ട് അടുക്കാനൊക്കെ ഈ CID നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ ശരിയാവുന്നില്ല. അയാളൊന്നും വിട്ടുപറയാത്തൊരു മനുഷ്യനായോണ്ട് ഒന്നും പിടികിട്ടുന്നില്ല. പിന്നീടാണ് കേസ് അന്വേഷണം പ്രതാപനിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും നമ്മുടെ പല്ലവിക്ക് ഏറെക്കുറെയൊക്കെ സംശയം വരും കേട്ടോ. ഇദ്ദേഹം സാധാരണ ഒരാളല്ല, എന്തോ സംഭവത്തിന് വേണ്ടി നൈസായിട്ട് ഓരോന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണെന്ന് നമ്മുടെ പല്ലവി അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. ഇത് നമ്മുടെ മാധവൻ സാറിന്റെ കേസ് അന്വേഷിക്കാൻ വന്ന പുതിയ CID ആണെന്ന് അങ്ങനെ പല്ലവി മനസ്സിലാക്കാണ്. പിന്നീട് അങ്ങനെ പല്ലവിയും കൂടി സഹായത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. പിന്നീടാണെന്നുണ്ടെങ്കിൽ കുറുപ്പിലേക്ക് തന്നെയാണ് അന്വേഷണം. പല്ലവി പറയുന്നുണ്ട്, കുറുപ്പ് അങ്ങനത്തെ പ്രശ്നക്കാരനൊന്നല്ല, നമ്മുടെ കുടുംബത്തിൽ എന്ത് സഹായവും എന്തെങ്കിലും ആവശ്യമോ അത്യാവശ്യം വന്ന ഒരു കോൾ വിളിയിൽ പെട്ടെന്ന് വിടത്തുന്ന ഒരാളാണ് അദ്ദേഹം. അങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്നൊക്കെ പല്ലവി പറയുന്നുണ്ട്. പക്ഷെ കുറുപ്പ് അങ്ങനെ സാധാരണക്കാരനല്ല, അയാൾ പിന്നിൽ എന്തോ ഉണ്ട്. പക്ഷെ അങ്ങനെ തെളിയിക്കാൻ മാത്രം ഒന്നും തെളിവുകളോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ്, അന്ന് മാധവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ കാറിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ആരാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്? അങ്ങനത്തെ പല പല അന്വേഷണങ്ങളൊക്കെ അന്വേഷിച്ച അവസാനം പ്രതാപനിലേക്ക് സംഭവം എത്തുന്നുണ്ട്. പ്രതാപന്റെ പിന്നെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ 2-3 അടി കൊടുത്താൽ തന്നെ പ്രതാപൻ ഉള്ള സത്യങ്ങൾ എല്ലാം തന്നെ പറയും. അതുകൊണ്ട് ആ CIDക്ക് കേസ് അന്വേഷിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അങ്ങനെ നമ്മുടെ CID കേസ് നേരെ പ്രതാപനിലേക്ക് എത്തിക്കുകയാണ്. പ്രതാപൻ ആദ്യം ഒന്നും വിട്ടു പറയുന്നില്ല കേട്ടോ. പിന്നീട് പ്രതാപനെ കൊടയുമ്പോഴേക്കും പ്രതാപൻ പതുക്കെ സത്യങ്ങൾ ഓരോന്നായിട്ട് വിളിച്ചു പറയണം. അങ്ങനെ കുറുപ്പാണ് ഇതിനെല്ലാത്തിനും പിന്നിലെന്ന മഹാസത്യം. ആ ഒരു കേസ് അന്വേഷണം പൂർത്തിയാകാൻ പോകുന്ന ഭാഗങ്ങളാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോണത്. കുറുപ്പ് ഇതൊക്കെ തന്നെ ചെയ്തത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ആ ബംഗ്ലാവും അതുപോലെ തന്നെ പൂർണിമ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റൈൽസും പിന്നെ പല ബിസിനസ്സും കാര്യങ്ങളും എല്ലാം കുറുപ്പ് നേരത്തെ നോട്ടിട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ തന്നെ പാഴായി പോവുകയാണ് ചെയ്തത്. പിന്നീടാണ് പ്രതാപനെ കൂട്ടുപിടിച്ച് അങ്ങനെ മരുന്ന് മാറ്റി വെക്കുന്ന ആ ഒരു തന്ത്രത്തിലേക്ക് എത്തിയത്. അങ്ങനെ മരുന്ന്, അത് മാധവന്റെ കഴിക്കുന്ന മരുന്നുണ്ടല്ലോ, ആ മരുന്ന് മാറ്റി അതിലേക്ക് വേറൊരു മരുന്ന് വെക്കുകയും അത് മാധവനെ കൊണ്ട് തന്ത്രപരമായിട്ട് കഴിപ്പിക്കുകയും പിന്നീട് മാധവൻ അസ്വസ്ഥതയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നീട് മരണം സംഭവിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് ചെയ്തതിന്റെ സൂത്രധാരൻ കുറുപ്പാണെന്ന് നമ്മുടെ CID കണ്ടുപിടിക്കുകയാണ്. പക്ഷെ ഇത് പെട്ടെന്ന് എല്ലാവർക്കും വരാത്ത ഷോക്ക് തന്നെയായിരിക്കും. കാരണം എല്ലാത്തിനും കൂടെ നിൽക്കുന്ന തൻ്റെ ഒരു സഹോദരനെ പോലെ കണ്ടതാണ് പൂർണിമ. അങ്ങനെയുള്ള കുറുപ്പ് തന്നെ ഇത് ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പൂർണിമക്കും വല്ലാത്ത വിഷമം കേട്ടോ. എന്തായാലും കുറുപ്പിന് കഴുത്തിൽ കുരുക്ക് വീഴാൻ പോവാണ്. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.